ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ബി ജെ പിക്കാർക്ക് 5 പൈസയ്ക്ക് ബോധമില്ല എന്നുള്ളത്. നിങ്ങൾ ആരും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. കേട്ടോക്കെ കുറച്ച് മാത്രം ഞാൻ വായിക്കാം, അത് ഒരുപാടുണ്ട്. ഒന്നും വിട്ടുപോകരുത് പ്രധാനപ്പെട്ടത് എന്ന് കരുതിയിട്ടാണ്. നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളേത്, അല്ലെ? ഇംഗ്ലീഷ് മീഡിയം ചേർക്കുക എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവുന്ന സ്വപ്നമാണ്. അത് ഇതിലൂടെ സാധ്യമാവാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത്, എന്ത് വിഡ്ഢിത്തമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയ്ക്ക് ബോധമില്ല ഇവർക്കൊന്നും. അറ്റ്ലീസ്റ്റ് ഈ വായിക്കാൻ പോകുന്ന സാധനം തൊട്ടൊപ്പമുള്ള ബി ജെ പിക്കാർക്ക് ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാറുന്നില്ലേ? അതിനെന്ത് കാണിച്ചു കൊടുത്ത എന്താ കാര്യം? വല്ല വിവരം വേണ്ട സുഹൃത്തുക്കളെ. നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇവർ പറയുന്നത്, ഇവർ അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരുമെന്നാണ്. എന്തൊരു അബദ്ധം എന്ന് ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ. 2001 ആ വർഷം ഓർമ്മ ഉണ്ടോ? 2001 ആ ഒരു അധ്യയന വർഷത്തിലാണ് ആദ്യമായിട്ട് കേരളത്തിലെ സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ ആരംഭിച്ചത്. എന്ന് തുടങ്ങിയിരിക്കുന്നു എൻ്റെ പൊന്നു കുട്ടിയെ, എന്നോ തുടങ്ങിയിരിക്കുന്നു. ഇനി അത് ഏത് കാലഘട്ടം എന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാലഘട്ടമാണ് നായനാർ ഭരണ കാലഘട്ടത്തിൽ. നായനാർ സർക്കാരിന്റെ കാലത്താണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെയും ആധുനികവൽക്കരണത്തിന്റെയും ഭാഗമായിട്ട് ഇംഗ്ലീഷ് മീഡിയം സർക്കാർ സ്കൂളുകളിൽ തുടങ്ങാൻ വേണ്ടി തീരുമാനമായത്. ഈ നായനാർ എന്ന് പറയുന്നത് LDF ആണ്, CPM ആണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത, നിങ്ങൾ പലപ്പോഴും വികസന വിരോധികൾ എന്നൊക്കെ പറയുന്ന ആ ഒരു LDFകാരുടെ ഭരണ കാലഘട്ടത്തിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത്. ആ കൊച്ചുകുട്ടിക്ക് ഇതൊന്നും അറിയില്ല. ഇമ്മാതിരി ബോധമില്ലാത്ത ആളുകളാണ് BJPക്കൊക്കെ വേണ്ടിയിട്ട് മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്നുകൂടി കേട്ടോക്കെ. കുറച്ച് മാത്രം ഞാൻ വായിക്കാം, അത് ഒരുപാടുണ്ട്. ഒന്നും വിട്ടുപോകരുത് ബാക്കിയൊക്കെ വായിച്ച എന്തൊക്കെ പറയേണ്ടത്. സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളേത്, അല്ലെ? ഇംഗ്ലീഷ് മീഡിയം ചേർക്കുക എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവുന്ന സ്വപ്നമാണ്. അത് ഇതിലൂടെ സാധ്യമാവാൻ പോവുകയാണ്. എന്റെ ഒരു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു പൊട്ടത്തരം വിളിച്ചറിഞ്ഞപ്പോ അതിനും കൈയടിക്കാൻ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഇതിനെ ഫുൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതപ്പെടും. ഇതിനും കൈയടിക്കാൻ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അതായത് സർക്കാർ സ്കൂളുകളിൽ എന്താണ് ഇത്തരത്തിലുള്ള ഒരു ഇംഗ്ലീഷ് ഇതില്ല എന്നാണ് അവരുടെ തോന്നല്. എന്തിനാണ് ഇനി ഇംഗ്ലീഷ് മീഡിയം സർക്കാർ സ്കൂളുകൾ തുടങ്ങിയെന്നറിയാവോ? ആ 2000-2001 കാലഘട്ടത്തിന് തൊട്ട് മുമ്പായിരുന്നു സ്കൂളുകളിൽ നിന്ന് അപാരമായിട്ടുള്ള കൊഴിഞ്ഞുപോക്കുണ്ടായത്. പ്രൈവറ്റ് സ്കൂളുകളിൽ വരാൻ തുടങ്ങി. അവിടെയൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഒട്ടുമിക്ക പ്രൈവറ്റ് സ്കൂളുകളും റൺ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കൊഴിഞ്ഞുപോക്ക് കൂടുതലായിട്ട് നടന്നപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് കുട്ടികൾ ഇങ്ങനെ പ്രൈവറ്റ് സ്കൂളിലേക്ക് ഇങ്ങനെ ഭീകരമായിട്ട് പോകുന്നു. റീസൺ അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടുന്നു, ഇംഗ്ലീഷ് മീഡിയമാണ് അവിടെ എന്നുള്ളതാണ്. അന്ന് ഇംഗ്ലീഷ് മീഡിയത്തിനോട് അപാരമായിട്ടുള്ള പ്രണയമൊക്കെ തുടങ്ങുന്ന കാലഘട്ടമാണ്. സ്വാഭാവികമായിട്ടും സർക്കാർ സ്കൂളിൽ കുട്ടികൾ കുറയും. അത് അധ്യാപകരെ ബാധിക്കും, സ്കൂളിനെ ബാധിക്കും, റണ്ണിങ്ങിനെ ബാധിക്കും. എന്നാൽ ശരി, നമുക്ക് എന്ത് ചെയ്യാം, പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഇനി ഇംഗ്ലീഷ് മീഡിയം കൂടി തുടങ്ങാമെന്ന് നായനാർ ഗവൺമെന്റ് തീരുമാനിക്കുന്നു. അങ്ങനെ കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. രണ്ടാമതൊരു സാമൂഹ്യ നീതിയുടെ ഭാഗമായിട്ടാണ് അത്. കാരണം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഈ വലിയ വലിയ ഇത്തരം എന്താ പറയുക, ഇംഗ്ലീഷ് മാത്രം പഠിപ്പിക്കുന്ന പ്രൈവറ്റ് സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾക്കൊക്കെ പോയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ മന്ത്ലി അല്ലെങ്കിൽ വർഷത്തിൽ 20,000, 50,000, 60,000 ഒക്കെ ഡൊണേഷനും മറ്റൊക്കെ കൊടുത്ത് പഠിക്കുന്നത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ആ കുട്ടികൾക്കും സാധാരണക്കാരായ കുട്ടികൾക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മസ്റ്റായിട്ട് നൽകണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലീഷ് മീഡിയം അവിടെ തുടങ്ങിയെന്നുള്ളതാണ്. തുടക്കത്തിൽ വളരെ കുറച്ച് സ്കൂളുകളാണ് തിരഞ്ഞെടുത്തത്. കുറച്ച് ഹൈസ്കൂളുകളൊക്കെ തിരഞ്ഞെടുത്തിട്ട് ഒരു പരീക്ഷണം, ഇതെല്ലാം എന്നും പരീക്ഷിക്കണമല്ലോ, ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ വളരെ കുറച്ച് സ്കൂൾ അത് തുടങ്ങി. പിന്നീട് അത് PTAയുടെ ആവശ്യപ്രകാരം എല്ലാ സ്കൂളുകളിലേക്കും അത് വ്യാപിച്ചു. ഇപ്പോഴത് പ്രൈമറി, ലോവർ പ്രൈമറി, അങ്ങനെ എല്ലാ ഡിവിഷനുകളിലും ഇപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളതാണ്. ഞാനത് പറയുന്നത് 2001 കാലഘട്ടത്തിൽ ഇത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുണ്ട്, ഈ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ 2025 25 വർഷം കഴിഞ്ഞിട്ടും 26
2025 വർഷം കഴിഞ്ഞിട്ടും 25 വർഷം കഴിഞ്ഞിട്ടും ഈ BJP-ക്കാരെ തലയിലേക്കൊന്നും കയറിയിട്ടില്ല. കാരണം ഇവർക്കതിന് സമയം ഉണ്ടായിരുന്നില്ല. ഇവർക്ക് എന്തിനാ സമയം? ശബരിമലയിലേക്ക് പെണ്ണുങ്ങൾ കയറുന്നുണ്ടോ? ഗുരുവായൂരിൽ നേരം പോലെ 3 നേരം ഭക്ഷണം തിന്നാൻ കിട്ടുന്നുണ്ടോ? ഏതെങ്കിലും ദൈവത്തെ കമ്മ്യൂണിസ്റ്റുകാർ പീഡിപ്പിക്കുന്നുണ്ടോ? ദൈവവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടോ? ഏതെങ്കിലും എന്താ പറയുക ആളുകൾ മതം മാറിയിട്ട് വിവാഹം കഴിക്കുന്നുണ്ടോ? ഇങ്ങനെ ജാതി മതം ജാതി മതം ജാതി മതം ഈ പരിപാടി ഇല്ലാതെ വേറൊന്നും ഇവർക്ക് നോക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. നമ്മളവരെ കുറ്റം പറയരുത് കേട്ടോ. അവർക്ക് അതിന് സമയമില്ലായിരുന്നു. അവർ നോക്കിയിരുന്നത് ശബരിമല വിഷയങ്ങൾ. ഇപ്പതാ നമ്മുടെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ മത്സരിക്കുന്ന ആൾ പറയുന്നു, ഞാൻ മത്സരിക്കുന്നത് ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഞാനിവിടെ മത്സരിക്കുന്നത് ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ്. ഗുരുവായൂരപ്പൻ്റെ മണ്ണ് ഹിന്ദുവിൻ്റെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഗുരുവായൂരപ്പൻ്റെ ചുറ്റുമുള്ള മണ്ണുകളൊക്കെ ഏതൊക്കെ മാപ്പിളാരെ കൊത്തിക്കൊണ്ടുപോയ പോലെ വർത്താനം. ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര ജനാധിപത്യ വിരുദ്ധ വർത്തമാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനെതിരെ ഒരൊറ്റ മൊയ്തുകളും നേരം പോലെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചത്, ഇവർക്കിങ്ങനെ ഗുരുവായൂരും ശബരിമലയും കൊടുങ്ങല്ലൂരും നമ്മുടെ പള്ളി പൊളിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെയുള്ള ചർച്ചകൾ ഇവർക്കുള്ളൂ. അതിനിടയ്ക്ക് കുട്ടികൾ എവിടെ പഠിക്കുന്നത്, കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടോ എന്നാ തുടങ്ങിയ ഇതൊന്നും അവർക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കതിന് സമയം കിട്ടിയിട്ടില്ല. അതാണ് പ്രശ്നം. നമ്മളവരെ കുറ്റം പറയരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം കേട്ടോ. എന്നാലും എൻ്റെ പൊന്നു സ്ത്രീയെ, നിങ്ങൾക്ക് അത്യാവശ്യം വിവരം ഉണ്ടെന്നാണ് വിചാരിച്ചേ. വിവരണ്ടൊക്കെ വീഴ്ചയോടൊപ്പം ചേരുമല്ലേ. ഞാൻ നിർത്തി സുഹൃത്തുക്കളെ, ബൈ. കുറച്ച് മാത്രം ഞാൻ വായിക്കാം. അത് ഒരുപാടുണ്ട്. ഒന്നും വിട്ടുപോകരുത് പ്രധാനപ്പെട്ടത് എന്ന് കരുതിയിട്ടാണ്. നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളേത്, അല്ലെ? ഇംഗ്ലീഷ് മീഡിയം ചേർക്കുക എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകുന്ന സ്വപ്നമാണ്. അത് ഇതിലൂടെ സാധ്യമാവാൻ പോവുകയാണ്.